ലോക രാഷ്ട്രീയത്തെയും സൈനിക രംഗത്തെയും കുറിച്ചുള്ള ചർച്ചകളിൽ ഇന്നും അനിവാര്യമായി പ്രത്യക്ഷപ്പെടുന്ന ഒരു രൂപം, ഒരു പഞ്ചഭുജം. അതെ, ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കെട്ടിടങ്ങളിലൊന്നായ അമേരിക്കയിലെ പെൻറ്റഗൺ. വാഷിംഗ്ടൺ DC-ക്ക് സമീപം വിർജീനിയയിലെ ആർലിംഗ്ടണിൽ സ്ഥിതി ചെയ്യുന്ന ഈ അതിബൃഹത് സമുച്ചയം US പ്രതിരോധ വകുപ്പിൻ്റെ ഹൃദയകേന്ദ്രവും ആഗോളതലത്തിൽ അമേരിക്കയുടെ ശക്തി പ്രതീകവുമാണ്. പെൻറ്റഗൺ രൂപം കൊണ്ടത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ തീപ്പൊരികളിൽ നിന്നാണ്. അന്നത്തെ US വാർ സെക്രട്ടറി ഹെൻറി സ്റ്റിൻസൺ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ചിതറിക്കിടക്കുന്ന സൈനിക വകുപ്പുകളെ ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു. ആ അഭ്യർത്ഥനയ്ക്ക് പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസവെൽറ്റ് സമ്മതം നൽകി. അതോടെ ലോകത്തെ വിസ്മയിപ്പിച്ച ഈ പദ്ധതി ആരംഭിച്ചു. 1941 സെപ്റ്റംബർ 11-നാണ് പെൻറ്റഗണിൽ കല്ലിടൽ ചടങ്ങ് നടന്നത്. യുദ്ധകാലമായതിനാൽ നിർമ്മാണം അതിവേഗം നടന്നു. ആയിരക്കണക്കിന് തൊഴിലാളികൾ രാവും പകലും കഠിനാധ്വാനം ചെയ്തു. ഉരുക്കുക്ഷാമം രൂക്ഷമായതുകൊണ്ട് കോൺക്രീറ്റും ചുണ്ണാമ്പുകല്ലും ഉപയോഗിച്ചാണ് പണി പൂർത്തിയാക്കിയത്. 14 മാസത്തിനുള്ളിൽ $83 ബില്യൺ ചെലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടം 1943 ജനുവരി 15-ന് അമേരിക്കൻ ജനതയ്ക്ക് സമർപ്പിക്കപ്പെട്ടു. പെൻറ്റഗൺ എന്ന പേര് പോലെ തന്നെ ഈ കെട്ടിടം ഒരു പഞ്ചഭുജാകൃതിയിലാണ്. 5 വശങ്ങൾ, 5 നിലകൾ, 6.5 ബില്യൺ ചതുരശ്ര അടിയിലേറെ വിസ്തീർണം. അത്ഭുതകരമായ ആസൂത്രണത്തിൻ്റെ ഉദാഹരണം, A മുതൽ E വരെയുള്ള 5 വളയങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 17 മൈലിലധികം നീളമുള്ള ഇടനാഴികളാണ് അതിൻ്റെ പ്രത്യേകത. ദിവസേന 23,000-ഓളം ജീവനക്കാരാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. കെട്ടിടത്തിൻ്റെ മധ്യഭാഗത്ത് ഗ്രൗണ്ട് സീറോ എന്നറിയപ്പെടുന്ന തുറന്ന പ്രാന്തഭൂമിയുമുണ്ട്. എയർ സ്ട്രൈക്ക് പോലെയുള്ള ആക്രമണങ്ങളിൽ നാശനഷ്ടം കുറയ്ക്കാനായി ആസൂത്രണം ചെയ്ത ഭാഗം. ഇന്നത് ഒരു സ്മാരക പൂന്തോട്ടമായി നിലകൊള്ളുന്നു. US ഡിഫൻസ് സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, വിവിധ സേനാ വിഭാഗങ്ങളുടെ തലവന്മാർ എല്ലാവരും ഇവിടെ തന്നെയാണ്. ആർമി, നേവി, എയർഫോഴ്സ്, മറീൻ കോർപ്സ്, ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫ് എല്ലാത്തിൻ്റെയും ആസ്ഥാനം ഇവിടെയാണ്. ലോകത്തിൻ്റെ ഏതു ഭാഗത്തും നടക്കുന്ന സൈനിക നീക്കങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ തത്സമയം ലഭ്യമാകുന്ന അത്യാധുനിക ആശയവിനിമയ സംവിധാനങ്ങളാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. പെൻറ്റഗൺ വെറുമൊരു കെട്ടിടമല്ല, അത് അമേരിക്കയുടെ പ്രതിരോധ മനസ്സിൻ്റെ പ്രതീകം കൂടിയാണ്. ശീതയുദ്ധം മുതൽ ഗൾഫ് യുദ്ധം, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, ലോകചരിത്രം തിരുത്തിയ അനവധി തീരുമാനങ്ങൾ ഈ മതിലുകൾക്കുള്ളിൽ തന്നെയാണ് എടുത്തത്. സൈനികതയുടെ പുറമേ US-ൻ്റെ സാമ്പത്തിക ശക്തിയെയും ആയുധ വ്യവസായത്തെയും പ്രേരിപ്പിക്കുന്ന പ്രാധാന്യ കേന്ദ്രം കൂടിയാണ് ഇത്. ആയിരക്കണക്കിന് ജോലികൾ നൽകുന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാക്കളിലൊന്നായും പെൻറ്റഗൺ അറിയപ്പെടുന്നു. ചുരുക്കത്തിൽ, രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അടിയന്തരാവസ്ഥയിൽ ജനിച്ച് ഭീകരാക്രമണങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഇന്നും ലോക ഭൗമരാഷ്ട്രീയത്തിൻ്റെ നാഡികളെ സ്പർശിക്കുന്ന ഒരു കേന്ദ്രമായി പെൻറ്റഗൺ നിലകൊള്ളുന്നു. അമേരിക്കൻ പ്രതിരോധ നയങ്ങളുടെ ഹൃദയസ്പന്ദനം പോലെ ലോകശക്തി സമവാക്യങ്ങളിൽ ഇന്നും പെൻറ്റഗൺ തന്നെയാണ് അമേരിക്കയുടെ പ്രതിഭാസ പ്രതീകം. ഇതുപോലുള്ള കഥകൾക്കായി ദ സ്റ്റോറി ബിഹൈൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക.